പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലെ ഒരു പ്രാവശ്യം കൂടെ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, ബലത്തോടെ, ശക്തിയോടെ, ദൈവം തന്ന ആയുസ്സോടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 33, 34 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായെ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. നമുക്ക് പരിചിതമാണ്. എബ്രായ ലേഖനം 11 അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. വിശ്വാസത്തിൻ്റെ അളവ് കുറിക്കുന്നതാണ്. വിശ്വാസത്തിൻ്റെ ആ കാര്യവും കാരണവും ഡെഫിനിഷനുമുള്ള അധ്യായമാണ് എബ്രായ ലേഖനം 11. അതിനകത്ത് തന്നെ ആ വിശ്വാസത്തിൻ്റെ വീരന്മാരുടെ പട്ടിക പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയും പേര് പറയാത്തതും വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടതുമായ ആദ്യ വിശുദ്ധന്മാരെ പറഞ്ഞിട്ട് അവർ ചെയ്ത പ്രവർത്തികളെ ഒന്ന് വിവരിച്ചിരിക്കുന്ന 1-2 കാര്യങ്ങളാണ് പറയുന്നത്. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ചു, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇത് പറയുമ്പോൾ വിശ്വാസത്താൽ, ഇന്നത്തെ വിശ്വാസത്താൽ ഇന്നിന്റെ വിശ്വാസികൾക്ക് ദൈവം വെച്ചിരിക്കുന്ന നിയോഗങ്ങളും വിശ്വാസത്താൽ പ്രാപിക്കാൻ ദൈവജനത്തിന് പറ്റുന്ന ആ ക്രിയകളും ഇവിടെ വിവരിക്കുകയാണ്. ദൈവപ്രവൃത്തി, വിശ്വാസത്താൽ ദൈവപ്രവൃത്തി എങ്ങനെ നിവർത്തിക്കുമെന്ന്, എങ്ങനെ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന ദൈവവചനമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിന്റെ ബാക്കി ഭാഗം വായിക്കുമ്പോൾ, എന്നാൽ ചിലർ ഏറ്റവും നല്ല ഭേദ്യമേറ്റു. അത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവർ ജനയാടുകളുടെയും കോലാടുകളുടെയും ചിലർ വാളിന് അവർ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദ്വന്ദ്വയുദ്ധത്തിന് മൃഗങ്ങളുടെ അത് തോലുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ പാറകളുടെ പിളർപ്പിലും അഭയം പ്രാപിച്ചു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഏറ്റവും നല്ല ഭേദ്യം പ്രാപിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ രക്തസാക്ഷികളെ ഏൽപ്പിച്ചു കൊടുത്ത മറുഭാഗവും കൂടിയുണ്ട്. ഇതൊരു ദൈവപൈതലിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണെന്ന് പറയാം. വിശ്വാസത്തിൽ തളരാതിരിക്കുന്ന പ്രഖ്യാപനമാണെന്ന് പറയാം. ഒന്നാം വാക്യത്തിൽ പറഞ്ഞ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചിരിക്കുന്നത്. എന്നിട്ട് വിശ്വാസത്തിന്റെ വലിയൊരു പട്ടിക താഴോട്ട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പട്ടിക പറയുന്നത് നമുക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ വചനം വായിച്ചു കേൾക്കുന്ന, ഈ വചനത്തിൽ നിന്ന് ശ്രമിക്കുന്ന, ഈ വചനം വായിക്കുന്ന നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ ചില പ്രക്രിയകൾ നിന്നെ കൊണ്ട് നടക്കും. വിശ്വാസത്തിന്റെ പ്രവർത്തി നിന്നെ കൊണ്ട് നടക്കും. വിശ്വാസത്താൽ ആക്ഷൻ എടുക്കുമ്പോൾ ദൈവം നിയോഗിക്കുന്ന നിയോഗത്തിലേക്ക് നീ എത്തപ്പെടും. വിശ്വാസത്താൽ ചെയ്തെടുത്ത ചില ക്രിയകളുണ്ട്. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ട് താഴെ പറയുക, വിശ്വാസത്താലാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. ഈ വിശ്വാസത്താൽ അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ വചനപത്രം വിശ്വാസത്താൽ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോ കുഞ്ഞെ, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ഒന്ന് എടുത്തു വെച്ചാൽ, അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നമുക്ക് നടക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്തല്ല. കാഴ്ച പറയുന്നത് സാഹചര്യമാ, എന്നാൽ വിശ്വാസം പറയുന്നത് പ്രഖ്യാപനമാ, ആന്തരിക കാഴ്ചയാ, അത് നടക്കുന്ന കാഴ്ചയാ. മോശ ഒരിക്കൽ 12 പേരെ യോശുവയും കാലേബിന്റെ നേതൃത്വത്തിൽ ഒറ്റുനോക്കാൻ വിട്ടു. 12 പേരുടെയും അഭിപ്രായം മടങ്ങി വന്നപ്പോൾ ഒന്നായിരുന്നു, ഒരു കാര്യത്തിൽ ഒഴിച്ച് ബാക്കിയല്ല. അവര് പറഞ്ഞു, ഞങ്ങൾ അനാക്യമാലന്മാരെ കണ്ടു, യെരിക്കോ കോട്ടകളെ കണ്ടു, ഞങ്ങൾക്ക് തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നി. അവിടുത്തെ മാതളപ്പഴവും മുന്തിരിപ്പഴവും കണ്ടു, ദേശം ഫലപുഷ്ടമോ എന്നുള്ളത് തന്നെ പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾ കണ്ടു, സന്തോഷിച്ചു. ആരുടെയും കാഴ്ചകൾക്ക് വ്യത്യാസമില്ല. പക്ഷേ
അകക്കണ്ണിലെ കാഴ്ചയ്ക്ക്, കാഴ്ചയാലല്ല വിശ്വാസത്തിനൊരു വ്യത്യാസമുണ്ടായി. വിശ്വാസ കണ്ണിന് മടങ്ങി വന്ന 10 പേര് പറഞ്ഞു, ഞങ്ങൾക്ക് തന്നെ വെട്ടിക്കിളികളെ പോലെ തോന്നി, ആ ദേശം പിടിച്ചടക്കാൻ നമുക്ക് കഴിയുകയില്ല. ഇതവർ അടിവരയിട്ട് പറയുക 10 പേര്. പക്ഷേ അവസാനത്തെ 2 പേര് യോശുവ ജനത്തെ അമർത്തി. എന്നിട്ട് യോശുവ പറഞ്ഞു, ദൈവം നമ്മൾ പ്രസാദിക്കുന്നെങ്കിൽ ദേശം നമുക്ക് അവകാശമാക്കാൻ പറ്റും. കാലേബും കൂട്ടുനിന്നു. 2 പേർ പറഞ്ഞു, ദേശം നമുക്ക് അവകാശമാക്കാൻ പറ്റും. ഇവിടെ എവിടെയാ ഒരു വ്യത്യാസം? 10 പേരുടെ കാഴ്ചയും 2 പേരുടെ കാഴ്ചയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ കാഴ്ചയ്ക്കൊരു വ്യത്യാസമുണ്ട്. 10 പേരും കണ്ട കാഴ്ച ഒന്നാണ്, 10 പേരും കണ്ട അനാക്യമല്ലന്മാർ ഒന്നാണ്, 10 പേർക്കും വെട്ടിക്കിളികളെ പോലെ തോന്നിയത് ഒന്നാണ്, 10 പേരും കണ്ട കോട്ടകൾ ഒന്നാണ്, 10 പേരും കണ്ട അനാറും 10 പേർ കണ്ട മാതളപ്പഴവും മുന്തിരിയും എല്ലാം ഒന്ന് തന്നെയാ. പിന്നെ എവിടെയാണ് വ്യത്യാസം? ഒരിടത്താണ് വ്യത്യാസം. 10 പേര് കണ്ടത് ഉയർന്നു നിൽക്കുന്ന മതിലും കോട്ടയും അനാക്യമല്ലന്മാരെയുമാ കണ്ടത്. എന്നാൽ 2 പേർ കണ്ടത് സാഹചര്യത്തെയല്ല, സാഹചര്യത്തിന്റെ അപ്പുറത്ത് അതിനെ കീഴടക്കുന്ന ഒരു ദൈവശക്തി. ദൈവം നമ്മൾ പ്രസാദിക്കുന്നെങ്കിൽ, അതുകൊണ്ടാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, കാഴ്ചയാലല്ല വിശ്വാസത്താൽ. അതുകൊണ്ടാണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ അവർ വായുടെ വായ്ത്തലയ്ക്ക് തെറ്റി, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ കീഴടക്കി, വിശ്വാസത്താൽ അവർ അന്യന്മാരുടെ സൈന്യത്തെ ഓടിച്ചു. വിശ്വാസത്താൽ. അതെങ്ങനെയാ ഹൃദയത്തിനകത്ത്, നമ്മുടെ ബ്രെയിൻ മാപ്പിൽ വർക്ക് ചെയ്യുന്നത്? 10 പേര് കണ്ട കാഴ്ച ശരിയാ, അവര് കണ്ടു, കാഴ്ച പറഞ്ഞു, പുറമേയുള്ള കാഴ്ച പറഞ്ഞു, നിങ്ങൾക്ക് കീഴടക്കാൻ പറ്റുകയില്ല, കാരണം മതിൽ നിൽക്കുന്നു, അനാക്യമല്ലന്മാര് നിൽക്കുന്നു. എന്നാൽ കാഴ്ച അത് പറയുമ്പോ അകത്തുള്ള വിശ്വാസം പറഞ്ഞു, കാഴ്ചയല്ല പ്രധാനം, വാക്തത്വം. ഇവിടെ കേട്ട വാക്തത്വം ഉണ്ടല്ലോ, വാക്തത്വം. വിശ്വാസത്താൽ അവർ വാക്തത്വത്തിന്റെ പൂർത്തീകരണം പ്രാപിച്ചു. വാക്തത്വം പറയുന്നത് കേൾക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കണം. വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കുമ്പോൾ വിശ്വാസത്തിന്റെ കണ്ണ് പറയും, വാക്തത്വം നിവർത്തിക്കും. വിശ്വാസത്തിന്റെ കണ്ണ് പുറമെയുള്ള കാഴ്ചകളെ അടക്കും, സാഹചര്യങ്ങളെ അടക്കും. അതിന്റെ മുകളിൽ ചവിട്ടി നിന്നിട്ട് പറയും, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെ ഇത് സമഭൂമിയായിത്തീരുന്നു. സാഹചര്യത്തെ കീഴടക്കുന്ന വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ദൈവജനമേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വാക്തത്വത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ, നിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് വിശ്വാസം പ്രഖ്യാപിക്കട്ടെ. കാഴ്ചയുടെ കണ്ണ്, ഫിസിക്കൽ നേത്രങ്ങൾ, ഭൗതിക കണ്ണുകൾ പറയുന്നത് സാഹചര്യമാണ്. അത് സാഹചര്യം ശരിയായിരിക്കാം, പക്ഷെ യാഥാർത്ഥ്യം അതല്ല. യാഥാർത്ഥ്യം, സത്യമെന്ന് പറയുന്നത് നിന്റെ അകത്തുള്ള വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കുമ്പോൾ വാക്തത്വങ്ങൾ ഒന്നൊന്നായി പറയും. ആ വാക്തത്വത്തിന്റെ കണ്ണുകളെ പുറകണ്ണടഞ്ഞ് അകം കണ്ണുകൊണ്ട്, വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് വാക്തത്വത്തെ കാണട്ടെ. വാക്തത്വം ചെയ്ത് തന്ന ദൈവം വാക്തത്വം നിവർത്തിപ്പാൻ ശക്തനത്രേ. വാക്തത്വം നിവർത്തിപ്പാൻ ശക്തനായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. വിശ്വാസത്താൽ നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വിശ്വാസത്താൽ ചേർത്ത് പറഞ്ഞു, നീ കീഴടക്കും. ഒരു സ്ത്രീ കുപ്പിയും കുറുപ്പടിയുമായി നടന്ന ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അതാ വിശ്വാസത്തിന്റെ കണ്ണ്. കാഴ്ച പറയുന്നു, വൈദ്യന്മാരാൽ സൗഖ്യമായില്ല, വീട്ടുകാരാൽ സൗഖ്യമായില്ല, എല്ലാവരും ഒറ്റപ്പെടുത്തി. പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണ് പറഞ്ഞു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിലും ഒന്ന് തൊട്ടാൽ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കട്ടെ. ദൈവമൈതലേ, കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കും. വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കട്ടെ. വിശ്വാസത്തിന്റെ കണ്ണ്. വിശ്വാസത്താൽ വാഗ്ദത്ത നിവർത്തികൾ പ്രാപിക്കട്ടെ. വിശ്വാസത്താൽ കീഴടക്കട്ടെ. വിശ്വാസത്താൽ പൈശാചിക ശക്തികളെ കീഴടക്കട്ടെ. ദേശത്തെ കീഴടക്കട്ടെ. വിശ്വാസത്താൽ പ്രാപിക്കട്ടെ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായി കർത്താവ് വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുന്നതിനായി സ്തോത്രം, നിവർത്തിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു.
കർത്താവിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് ഒപ്പനകൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹാലലുയ്യ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മയുള്ളവരെ ഓർക്കുന്നു, മറ്റു സന്ദേശങ്ങൾക്കും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ, വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കട്ടെ. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു, അസാധാരണമായ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം, സകല മാനവത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ദൈവം കൂടിയിരിക്കട്ടെ. നാളെ വീണ്ടും കാണും വരെ കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. അതുവരെ കർത്താവ് പറയട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് walk with Jesus. Thank you so much.